എല്ലാവർക്കും വാഹനം ഓടിക്കാൻ അറിയാം. പക്ഷേ എങ്ങനെയാണ് റോഡ് സുരക്ഷാ നിയമങ്ങളടക്കം കൃത്യമായി പാലിച്ച വാഹനത്തെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് വാഹനം ഓടിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. ഇന്ന് എന്നോടൊപ്പമുള്ളത് റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണനാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, എങ്ങനെയാണ് നിരത്തിൽ വാഹനം ഓടിക്കേണ്ടതെന്ന് ആർക്കും പ്രോപ്പറായിട്ട് അറിയത്തില്ല. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, ഓക്കെ, 18 വയസ്സ് കഴിഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസ് കൃത്യമായി എടുത്തു, അതിനുശേഷം വാഹനവുമായി നിരത്തിൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. പക്ഷേ കൃത്യമായിട്ട് പാലിക്കേണ്ട ചിട്ടകൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെയാണ് പലരും റോഡിലേക്ക് ഇറങ്ങുന്നത്. ശരിക്കും ഇങ്ങനെയല്ലല്ലോ വേണ്ട, കൃത്യമായിട്ട് നിയമത്തിനും ഒക്കെ പരിജ്ഞാനം വേണ്ടേ? വളരെ ശരിയാണ്. കാര്യം നമ്മുടെ റോഡ് അപകടങ്ങളുടെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിംഗ് അല്ലാത്തത് മൂലമാണ്. ഏകദേശം 82% റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇറസ്പോൺസിബിൾ ഡ്രൈവേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രൈവിംഗ് എറേഴ്സ് ആണ് നമുക്ക് 82% ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് 2 ലക്ഷത്തോളം പേര് ഒരു കൊല്ലം റോഡിൽ ഇന്ത്യയിൽ മരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വി ഹാവ് ടു ബി നോളജബിൾ, റെസ്പോൺസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒന്നാണ്, റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. നമുക്ക് നോളജ് വേണം. ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പേ അതിന്റെ ഷേപ്പും ഫാൻസിയും ഒന്നും അല്ല നമ്മൾ സീരിയസ് ആയിട്ട് നോക്കേണ്ടത്. നമ്മളുടെ വണ്ടി നമ്മളുടെ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, പിന്നെ നമ്മുടെ വരുമാനത്തിന് യോജിച്ചതാണോ, നമ്മൾ യൂഷ്വലി പോകുന്ന റോഡ് ടെറൈനിന് യോജിച്ചതാണോ, പിന്നെ നമ്മുടെ ഫാമിലി, ഇപ്പൊ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് വേണം ഒരു വാഹനം സെലക്ട് ചെയ്യാൻ. പിന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി, അതിനകത്തുള്ള ഫിറ്റ്മെന്റ്സിനെ പറ്റിയൊക്കെ ഒരു നല്ല ഗ്രാഹ്യം ഉണ്ടായിട്ട് വേണം നമ്മൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ. കാര്യം നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് പരിശീലനം വളരെ മോശമാണെന്നാണ് ലോക നിലവാരത്തിലുള്ള എല്ലാ കൺട്രികളും പറയുന്നത്. അപ്പോ നമ്മൾക്ക് ഏറ്റവും മുന്തിയ തരം വാഹനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും മുന്തിയ തരം ഹൈവേകളുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് പരിശീലനം. അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാഹനം എടുക്കുന്നതിന് മുമ്പേ ഡ്രൈവറുടെ ജീവനും യാത്രക്കാരുടെ ജീവനും ആ ഡ്രൈവറുടെ കയ്യിലാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. വാഹനം പ്രോപ്പർ ഇൻ ദ സെൻസ് അതിന്റെ ടയർ വിയർ, അതിന്റെ മെക്കാനിക്കൽ സൈഡ്, ഇലക്ട്രിക്കൽ സൈഡ്, ഡോക്യുമെന്റൽ സൈഡ്, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം നമ്മൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ. ഇന്ന് തന്നെ പെട്രോളിനും ഡീസലിനും ഒക്കെ തന്നെയും പണം കൂടിയിട്ടുണ്ട്. 88 പൈസയും 83 പൈസയായിട്ടൊക്കെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 രൂപയടക്കമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യമാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറണം. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നു, ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ തന്നെയും വേണമെന്നുള്ളൊരു കാര്യങ്ങൾ ആവശ്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം യുദ്ധമൊക്കെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഇന്ധന വിലയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്, വലിയൊരു ക്ഷാമമാണ് നേരിടുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വേണം ഈ ഒരു നിർദ്ദേശത്തെ നമ്മൾ കാണേണ്ടത്? എത്രത്തോളം ഉപകാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ? നമുക്ക് പെട്ടെന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന വാഹനം എടുത്തു കളഞ്ഞിട്ട് ഇലക്ട്രിക് വാഹനം വാങ്ങാൻ പറ്റില്ല. നമ്മുടെ എക്കണോമി അത്ര സ്ട്രോങ് അല്ല. നമ്മുടെ നാട് എക്കണോമിക്കലി വളരെ പുവറാണ്, അറിയാമല്ലോ. നമ്മൾ ഇപ്പൊ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പക്ഷെ ഒരു സാധാരണക്കാരനായ എനിക്കോ താങ്കളെ മാതിരി ആൾക്കാർക്കോ ഒരിക്കലും എക്സിസ്റ്റിംഗ് ഡീസൽ വാഹനമോ പെട്രോൾ വാഹനമോ എടുത്ത് കളഞ്ഞിട്ട് ഇലക്ട്രിക് വാഹനം വാങ്ങാൻ പറ്റില്ല. ഇപ്പോ അതൊക്കെ തന്നെ പ്രാക്ടിക്കൽ ആണോ എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ചിന്തിക്കണം. കാര്യം അവരെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപരിതല ഗതാഗത മന്ത്രി വളരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനം എന്ത് ചെയ്യും? ഗവൺമെന്റ് വാങ്ങിയിട്ട് നമുക്ക് പകരം ഇലക്ട്രിക് വാഹനം തരുമോ? കാര്യം നമ്മൾ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ EMI അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടിലാണ്. കാര്യം എക്കണോമിക്കലി നമ്മൾ വളരെയേറെ സ്ട്രഗിൾ ചെയ്യുകയാണ് എക്സിസ്റ്റിംഗ് വാഹനത്തിന്റെ EMI അടയ്ക്കാൻ തന്നെ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കാലവർഷമൊക്കെ വരികയാണ്. ഇതിന് മുന്നോടിയായിട്ട് വാഹനത്തിൽ നിർബന്ധമായും നടത്തിയിരിക്കേണ്ട അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയാണ്? നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ തന്നെ വിൻഡർ ടയർസിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്, സമ്മർ ടയർസ്, അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ. ഈ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ ഈ വൈപ്പറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ടയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബ്രേക്ക് ആകട്ടെ, ലൈറ്റ് ആകട്ടെ, ഇവിടെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ വരുന്ന ഈ കാലവർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി?
അതായത് പ്രീ മൺസൂൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ടെസ്റ്റ് ഉണ്ട്. അത് റെക്കഗ്നൈസ്ഡ് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മഴക്കാലത്തിന് മുമ്പേ, ഇപ്പൊ ഇതൊരു ടൈമാണ്, മെയ് മാസം പകുതിയോടുകൂടി നമ്മൾ വാഹനത്തിന്റെ ടയർ വിയർ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അത് ടയർ കട്ടയില്ലെങ്കിൽ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാറിൻ്റെതായാലും ബൈക്കിൻ്റെതായാലും ലോറികളുടെ ആയാലും എല്ലാത്തിന്റെയും ടയർ, കട്ടയുള്ള ടയർ ഘടിപ്പിക്കണം. ഒന്ന്. രണ്ട്, ഇതിന്റെ ബ്രേക്ക് പാഡുകള്, ബ്രേക്ക് സിസ്റ്റം കംപ്ലീറ്റ് ഒന്ന് സർവീസ് ചെയ്യണം. ബ്രേക്ക് ഫ്ലൂയിഡും മറ്റും ലെവൽഡ് ആണോ എന്ന് നോക്കണം, ടോപ്പ് അപ്പ് ചെയ്യണം. കൂടാതെ നമ്മളുടെ വൈപ്പർ ബ്ലേഡ് പുതുതായിട്ട് ഘടിപ്പിക്കണം. കാര്യം നമ്മൾ വെയിലത്ത് ഓടി 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 വൈപ്പർ ബ്ലേഡ് തേഞ്ഞ് മാറിക്കാണും. അപ്പൊ മഴയത്ത് സഫീഷ്യന്റ് ആയിട്ട് വിസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി, അല്പം വില കൂടിയാൽ തന്നെ നല്ല വൈപ്പർ ബ്ലേഡ് മാറ്റി പുതിയത് പിടിപ്പിക്കണം. കൂടാതെ നമ്മളുടെ ലൈറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, അസാർഡ് വാർണിംഗ് ലൈറ്റ്, ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സുകൾ. അതേപോലെ തന്നെയാണ് നമ്മളുടെ വാഹനത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം, അത് കംപ്ലീറ്റ്ലി തറവായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഹെഡ് ലൈറ്റിന്റെ ഫ്യൂസ് ഒരു കാരണവശാലും നിലവിലുള്ള 55-65 വാട്ട്സ് ഹലോജൻ ബൾബിന് പകരമായിട്ട് LED ലൈറ്റുകൾ പിടിപ്പിക്കാൻ പാടില്ല. കാര്യം നമ്മളുടെ വാഹനത്തിന്റെ വയറിംഗ് ഹാർനസ് ഒറിജിനൽ മാനുഫാക്ചേഴ്സ് പിടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 55-65 വാട്ട്സിന് വേണ്ടി മാത്രമാണ്. മാർക്കറ്റിലൊക്കെ 200 വാട്ട്സിന്റെ ബൾബ്സ് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു വലിയ ഹസാർഡാണ് മറ്റുള്ളവർക്ക്. കാര്യം രാത്രിയിൽ അത് ഫ്ലാഷ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോകും. അതുമൂലം അപകടങ്ങൾ കുത്തനെ കൂടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഒരു ജേർണി പോകുന്നുണ്ടെങ്കിൽ ആ ജേർണിയിലെ റോഡ് ടെറൈൻ, ഉദാഹരണത്തിന് ഇപ്പോ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത ഇനിയുണ്ട്. ജൂൺ മാസം ആകുമ്പോഴേക്കും പെട്ടെന്ന് മഴ പെയ്യും, ഡ്രെയിനേജ് ഒക്കെ ബ്ലോക്ക് ആണെങ്കിൽ റോഡ് ഫ്ലഡ് ആവും. അപ്പൊ ഫ്ലഡ് ഉള്ള സ്ഥലത്തൂടെ ഓടിക്കുന്നതിന് പ്രത്യേക ഒരു നോളജ് നമുക്ക് വേണം. വെയ്ഡിങ് എന്ന് പറയും. വെയ്ഡിങ് വാഹനത്തിന്റെ എഞ്ചിൻ മുങ്ങാതിരിക്കാനും, അതേപോലെ തന്നെയാണ് അതിന്റെ എയർ ക്ലീനറിലേക്കും എയർ ഫിൽറ്ററിലേക്കും വെള്ളം കയറാതെ, എക്സോസ്റ്റ് ടെയിൽ പൈപ്പിലൂടെ വെള്ളം കയറാതൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക പരിശീലനം തന്നെ വേണം. അപ്പോ പലപ്പോഴും അത് പ്രോപ്പർ ഗിയറിലല്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ വാഹനം വെള്ളത്തിൽ പോകുന്ന സമയത്ത് നിന്നു പോകും. എപ്പോഴും ലോ ഗിയറിലാണ് വെള്ളത്തിലൂടെ ഓടിക്കേണ്ടത്. അതായത് ഒരു 40-45 സെന്റിമീറ്റർ മേലെ വെള്ളം ഉണ്ടെങ്കിൽ ഒരിക്കലും ചെറിയ കാറുകൾ ഓടിക്കരുത്. അത് വളരെ ജെന്റിലായിട്ട് സ്ലോ ആയിട്ട് ലോ ഗിയറിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കയറി പോകാൻ പറ്റും. പിന്നെ ഒരിക്കലും റിവർ ക്രോസിങ്ങിനും മറ്റും നമ്മൾ ആ റിസ്ക് എടുക്കരുത്. അപ്പാടെ ഒഴുക്കിന്റെ ശക്തിയോടുകൂടി വണ്ടി ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് വണ്ടി നിൽക്കണമെന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മാനസികമായിട്ടൊരു നല്ല ഡ്രൈവറുടെ പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാകണം, പക്വത വേണം. ഒരിക്കലും റിസ്ക് എടുത്ത് മഴക്കാലത്ത് വണ്ടി ഓടിക്കരുത്. പിന്നെ ഓവർടേക്കിംഗ്, ഒരിക്കലും ഈ പറഞ്ഞ എതിരെ വരുന്ന വാഹനം നമ്മളെ രക്ഷിച്ചുകൊള്ളും എന്നുള്ള രീതിയിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനമായിട്ടൊരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഗിയർ ഡൗൺ ചെയ്ത് വേണം ഓടിക്കാൻ. കാര്യം വരുന്ന ടോപ്പ് ഗിയറിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ അതിന് ആക്സലറേഷൻ വളരെ പൂവർ ആയിരിക്കും. കാര്യം അങ്ങനെയാണ് പല റോഡ് അപകടങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി ടോപ്പ് ഗിയറിലാണ് വണ്ടികൾ കൂടുതലും ഓടിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ആ ടോപ്പ് ഗിയറിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ടോർക്ക് സഫീഷ്യന്റ് ആയിട്ട് കിട്ടാതെ വണ്ടി ഫുള്ള് ചെയ്യില്ല, മറിച്ച് സ്ലോ ചെയ്യും, എതിരെ വരുന്ന വണ്ടിയായിട്ട് കൂട്ടിയിടിക്കും. അപ്പൊ എപ്പോഴും നമുക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഡ്രൈവിംഗിൽ വേണം. ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കണം. ഓരോ ഓവർടേക്കിങ്ങും 3 പ്രാവശ്യം ചിന്തിക്കണം. കാര്യം എതിരെ ഇപ്പൊ ഒരു കർവിലാണ് ഓവർടേക്ക് ചെയ്യുന്നതെങ്കിൽ ചെയ്യാനേ പാടില്ല. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, അതിനെ മറ്റൊരു വണ്ടി ഓവർടേക്ക് വരുന്നുണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എപ്പോഴും അപ്രതീക്ഷിതമായ ഒന്നിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം രാത്രിയിലും മഴക്കാലത്തും ഓടിക്കാൻ. സോ അതുപോലെ തന്നെ അങ്ങൊരു റോഡ് സുരക്ഷാ വിദഗ്ധനാണ്, ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ എന്താണ്, അല്ലെങ്കിൽ നാട്ടിലെ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങൾ അതെന്തെല്ലാമാണ്? അത് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നത് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്നൊക്കെ പറയുന്ന മാതിരി കൂളായിട്ട് ഈസി ആയിട്ട് ഓടിക്കുന്ന ഒരു മാനസിക രീതിയാണ് നമുക്കുള്ളത്. അങ്ങനല്ല. ഡ്രൈവിംഗ് ഈസ് എ വെരി സീരിയസ് ജോബ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് പെർഫെക്റ്റ് ആണോ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പെർഫെക്റ്റ് ആണോ,
വാഹനത്തിന്റെ റോഡ് വർത്തി കണ്ടീഷൻ പെർഫെക്റ്റ് ആണോ, പിന്നെ റോഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി നമ്മളൊന്ന് മനസ്സിലാക്കി എടുത്തു ചാടിക്കൊണ്ട് വണ്ടിയെ ഓടിക്കരുത്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ വണ്ടി കടമെടുത്ത് ഓടിക്കുമ്പോൾ ആ വണ്ടിയായിട്ട് നമ്മളൊന്ന് യോജിച്ച് പോകാൻ ഇത്തിരി സമയമെടുക്കും. അങ്ങനെയാണ് പലപ്പോഴും പുതിയ വാഹനം ഷോറൂമിൽ നിന്ന് എടുത്താൽ ഉടൻ തന്നെ അപകടം ഉണ്ടാകുന്നത്. ആ ഡ്രൈവർ ആ വണ്ടിയായിട്ട് കുറച്ച് രമ്യതയിൽ എത്തിയിട്ടില്ലായിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന വണ്ടിയാണ് നമുക്ക് അനുയോജ്യം. ഒരിക്കലും കടമെടുത്ത് വണ്ടി ഓടിക്കരുത് ഈ മഴക്കാലത്ത്. അല്ലെങ്കിൽ നമ്മൾക്ക് വിജനമായ റോഡുകളൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ ട്രാഫിക് ഡെൻസിറ്റി എന്ന് പറയുന്നത് അഗ്രസീവ് ഡ്രൈവിംഗ് ആണ് ഒരു 75% ഡ്രൈവർമാർ ചെയ്യുന്നത്. അഗ്രസീവ് ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല. കാര്യം പൊതുനിരത്ത് എന്ന് പറയുന്നത് ഷെയർ ദ റോഡ് എന്നാണ്. എല്ലാവർക്കും റോഡ് ഉപയോഗിക്കണം, എല്ലാവർക്കും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണം എന്നുള്ള രീതിയിൽ ഓടിക്കണം. പിന്നെ ഒരു ഫർഗീവിംഗ് മെന്റാലിറ്റി ഡ്രൈവർക്ക് ഉണ്ടാകണം. മറ്റൊരാൾ ഒരു കുറ്റം ചെയ്താലും അവനെ ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചിട്ട് വണ്ടി കൊണ്ടുള്ള ഒരു റിവെഞ്ച് ശരിയല്ല. അങ്ങനെയാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് എതിരെ വരുന്ന വാഹനം ഇപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് പോകേണ്ട ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ ഒന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള ധൃതി പോയാൽ എതിരെ വരുന്ന വണ്ടി നിർത്തിത്തരും, വെറുതെ നിർത്തും. എന്ന് വെച്ചാൽ നമ്മളെ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഒരു ആക്സിലറേഷൻ മോഡിലാണെങ്കിൽ അത് പെട്ടെന്ന് നിൽക്കില്ല. കാര്യം അതിന്റെ ബ്രേക്ക് ഹോഴ്സ് പവറും ടോർക്കും ഒക്കെ തന്നെ ഹൈ പീക്കിലായിരിക്കും. അപ്പൊ നമ്മൾ വളരെ കരുതലോടെ ആണ് വണ്ടി ഓടിക്കേണ്ടത്. പിന്നെ റോഡിന്റെ ഇടതുവശം ചേർന്ന് തന്നെ ഓടിക്കണം. ഏത് സമയത്തും രാത്രിയായാലും പകലായാലും ഇടതുവശം ചേർന്ന് ഓടിക്കണം. ഹെഡ്ലൈറ്റ് ഡിം ലൈറ്റിൽ ഓടിക്കണം. എതിരെ വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ബ്രൈറ്റ് ഇടാം. അതും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രികാലത്ത് പെഡസ്ട്രിയൻ ക്രോസിംഗ് കൂടുതലുണ്ട്. അത് അവര് ഡാർക്ക് ഡ്രസ് ആയിരിക്കും ഇടുന്നത്. അപ്പൊ അവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഗവനിക്കണം. അത്തരക്കാർ ചെയ്യേണ്ടത് റിഫ്ലക്റ്റീവ് ജാക്കറ്റോ മറ്റോ എന്തെങ്കിലും ശരീരത്തിൽ ഇടണം. പിന്നെ വണ്ടിക്കകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്ലഡിനകത്ത് പെട്ടുപോയി, നമുക്ക് മിനിമം ഒരു 8 മണിക്കൂർ നേരത്തെ റേഷൻ, അതായത് ബിസ്ക്കറ്റോ കുക്കീസോ സോഫ്റ്റ് ഡ്രിങ്ക്സോ കുടിവെള്ളമോ പിന്നെ എമർജൻസി ലൈറ്റോ, പിന്നെ ഇൻ കേസ് ഒരു ഫ്ലഡിൽ പെട്ടുപോയി അല്ലെങ്കിൽ കുളത്തിലോ വെള്ളത്തിലോ വണ്ടി വീണാൽ വിൻഡോ ബ്രേക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ടൂൾസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കരുതണം. ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും കരുതാൻ പറ്റുമെങ്കിൽ കരുതണം. ലോങ് ഡിസ്റ്റൻസ് പോകുന്നതിന് മുമ്പേ വളരെയേറെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും മെക്കാനിക്കൽ സൈഡാണ്. കാര്യം ബ്രേക്ക് സർവീസ് ചെയ്യണം, ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി. പിന്നെ അതിന്റെ ക്ലച്ച് പ്ലേറ്റിന്റെ ടിയർ ആൻഡ് വിയർ നോക്കണം. അതേപോലെ തന്നെയാണ് വണ്ടിക്കകത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഒരു റൂട്ടീൻ ചെക്കപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പെർഫെക്റ്റ് ഡ്രൈവർ ആവും. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് വാലിഡിറ്റി, ഡ്രൈവിംഗ് ലൈസൻസിന്റെ വാലിഡിറ്റി, അത്തരം കാര്യങ്ങൾ. ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റോഡിൻ്റെ അപാകതകൾ, അക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. അതേപോലെ തന്നെ സർക്കാർ അതോറിറ്റി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണത്തിലടക്കമുള്ള പിഴവുകൾ അത് പലപ്പോഴും നികത്താൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അശ്രദ്ധ മൂലം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അശ്രദ്ധ മൂലമൊക്കെ ഈ നിർമ്മാണത്തിൽ ഒരുപാട് പിഴവുകൾ ഉണ്ടാകാറുണ്ട്. ഇത് വലിയൊരു പങ്കല്ലേ വഹിക്കുന്നത് ഈ അപകടങ്ങൾക്കൊക്കെ? അതെ അതെ, വളരെ ശരിയാണ് താങ്കൾ പറയുന്നത്. കാര്യം ഈ വാട്ടർ അതോറിറ്റിയും മറ്റും റോഡ് പുത്തനായിട്ട് ടാർ ചെയ്ത് സ്മൂത്ത് ആക്കി കഴിയുമ്പോൾ പെട്ടെന്ന് വെട്ടിപ്പൊളിക്കുന്ന ഒരു ഏജൻസിയാണ് വാട്ടർ അതോറിറ്റി. അപ്പോൾ അത് റോഡ് മോശം കണ്ടീഷൻ ആണെങ്കിൽ അവർ വെട്ടിപ്പൊളിക്കത്തില്ല. അതേസമയം നമ്മളുടെ നികുതി പണം കൊണ്ട് നല്ല റോഡ് ആക്കി കഴിയുമ്പോഴാണ് ഈ സംഘം ഇങ്ങനെ വന്നിട്ട് വെട്ടിപ്പൊളിച്ചു കളയുക. പിന്നെ അവിടെ മെന്നറ്റ് വർക്ക് എന്നുള്ള സൈൻ ബോർഡ് വെക്കാതിരിക്കുക. എത്രയോ ചെറുപ്പക്കാര് ഈ വാട്ടർ അതോറിറ്റിയുടെ ഇങ്ങനെയുള്ള പിടിപ്പുകേട് കൊണ്ട് കുഴിയിൽ വീണ് അല്ലെങ്കിൽ അവരുടെ വർക്ക് സൈറ്റിൽ വീണ് മരിച്ചിട്ടുണ്ടെന്നുള്ളത് ഉത്തരവാദിത്ത ബോധം ഈ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ സൊല്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് PWDക്ക് ഉണ്ടാകണം. അതിന്റെ ഇപ്പൊ KSEB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും പൊതുജനങ്ങളുടെ സുരക്ഷയെ കരുതിയുള്ള സൈൻ ബോർഡുകള്, ട്രാഫിക് കോൺസ്, ബ്ലിങ്കർ ലൈറ്റുകളൊക്കെ ഘടിപ്പിക്കണം, പ്രത്യേകിച്ചും മഴക്കാലത്ത്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം എങ്ങനെ കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും? സിലബസിൽ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള മറ്റെന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? വളരെയേറെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ക്യാച്ച് ദം യങ് ചെറുപ്പത്തിലെ പഠിപ്പിക്കുക റോഡ് ഉപയോഗ സംസ്കാരം എന്താണ്. അപ്പൊ നമ്മളൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ തന്നെയും
റോഡ് ഉപയോഗ സംസ്കാരം ഇല്ലാത്തവനായാൽ നമ്മളെ ആൾക്കാര് വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും കാണുന്നത്. നമുക്ക് നല്ല ഡ്രസ് ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവും, നല്ല കുടുംബത്തു നിന്നായിരിക്കും വരുന്നത്. പക്ഷെ അവന് പൊതുനിരത്തിൽ എങ്ങനെ പെരുമാറണം? ഉദാഹരണത്തിന് ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡി 2 കൈക്കുഞ്ഞുങ്ങളുമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ അവരെ സഹായിക്കുക, അവരെ നിർത്തിക്കൊടുത്ത് കൈ കാണിച്ച് അവരെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുക. അതേപോലെ തന്നെ റോഡിന്റെ ഇടതുവശം ചേർന്ന് പോവുക. അത് നമ്മുടെ മാനേഴ്സ്, നമ്മുടെ റോഡിലെ മാനേഴ്സ് ആണ് റോഡ് സുരക്ഷയുടെ ആദ്യ പാഠങ്ങൾ. അത് റോഡ് സുരക്ഷ എന്നുള്ളത് സിലബസിന്റെ ഭാഗമാക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് എഞ്ചിനീയറിംഗ് കോളേജ് വരെ, അതായത് സാധാരണ ഹൈസ്കൂൾ തൊട്ട് എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മറ്റേ പ്രൊഫഷണൽ കോളേജസിലെല്ലാം തന്നെ റോഡ് സുരക്ഷ പാഠ്യവിഷയമായാൽ ഈ 2 വീലർ മൂലമുള്ള റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കാം, കാൽനടക്കാരെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു സംസ്കാരം ഉണ്ടാവും. അത് സുരക്ഷിതമായ ഒരു റോഡ് ഉപയോഗ സംസ്കാരം നമുക്ക് വേണ്ടിയേ തീരൂ. അതുപോലെ തന്നെ നമുക്ക് കണ്ടതാണ് ക്യാമറകൾ മുക്കിലും മൂലയിലും ഒക്കെ തന്നെയും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതുവഴി ട്രാഫിക് നിയമ ലംഘനങ്ങളൊക്കെ തന്നെയും പിടിക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ കുറച്ച് നാളുകളിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം അത്ര കാര്യക്ഷമമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു കാലത്ത് പലരും നിർബന്ധിതമായിട്ടൊക്കെ ക്യാമറ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒക്കെ ആണെങ്കിലും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട്. ഇപ്പം ആ ഒരു സമയത്തൊക്കെ ഉള്ള ഒരു അപകടങ്ങളുടെ നിരക്കും ഇപ്പോഴത്തെ ഒരു നിരക്കും കൂടെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ആ ക്യാമറ ക്യാമറ എന്ന് വെച്ചാൽ വലിയൊരു ഫിയർ ആയിരുന്നു മോട്ടോറിസ്റ്റിന്റെ മനസ്സില്. അവര് സീറ്റ് ബെൽറ്റ് ഇടാതെ പോകില്ല, അതേപോലെ തന്നെയാണ് ഹെൽമെറ്റ് ധരിക്കാതെ പോകില്ല. കാര്യം അത് പണി പെട്ടെന്ന് വരും. നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ പണി വീട്ടിലെത്തും എന്ന് നമ്മൾ കേൾക്കില്ലേ. അത് ആ ക്യാമറയുടെ എന്തോ അഴിമതി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ആ ഒരു സീരിയസ്നെസ് മാഞ്ഞുപോയി. ക്യാമറകളൊക്കെ നോക്കൂത്തികളായിട്ട് നിൽക്കുന്നുണ്ട് പലയിടത്തും, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എന്താ പറയുന്നത് മെന്നിന്റെ ഷോർട്ടേജ് ഉണ്ട്. അതായത് ചലാൻസ് അയക്കാനും നോട്ടീസ് അയക്കാനും ഒക്കെ ആൾബലം പോലീസിന് കുറവാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ എന്തായാലും ബഹുമാനപ്പെട്ട പുതിയ മന്ത്രിസഭ വരുമ്പോൾ ഇതിനൊക്കെ ഒരു സീരിയസ്നെസ് ഉണ്ടാകും. കൂടുതൽ ക്യാമറകൾ ഇറക്കുകയും ക്യാമറകൾ കൂടാതെ ഹൈവേ പെട്രോൾ വാഹനങ്ങള്, ട്രാഫിക് വാഹനങ്ങളൊക്കെ പെട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് അങ്ങനെ റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമാക്കിയാൽ ഈ അപകടങ്ങൾ കുറയാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതുപോലെ തന്നെ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഈ ജനങ്ങളുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരേണ്ടതല്ലേ? അത് ഏറ്റവും വലിയ ഫൈൻ ഉണ്ടാകണം. ഇപ്പൊ നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് കൺട്രീസില് ഒരു മാസത്തെ ശമ്പളമാണ് ഒരു ഫൈൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമ്പോൾ ഒരു പേടി. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റിനൊക്കെ ഫൈൻ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. അപ്പോ ഈ പണമുള്ളവൻ, അതായത് ഇപ്പൊ പ്രീമിയം കാർ ഓടിക്കുന്നവൻ ഓവർ സ്പീഡിൽ പോയി 2 പേരെ കൊന്നു, 3 പേരെ കൊന്നു, അതിനൊക്കെ പിഴ എന്ന് പറയുന്നത് എക്സസീവ് സ്പീഡിങ് 184 എന്ന് പറയുന്ന സെക്ഷന് പിഴ 1000 രൂപയിൽ നിന്ന് അത് മിനിമം ഒരു 10,000 രൂപയെങ്കിലും ആക്കണം. ഒഫൻസസിന്റെ എല്ലാ ഒഫൻസസിന്റെയും ഫൈൻ കൂട്ടണം. കൂട്ടിയാൽ മാത്രമേ ജനങ്ങൾക്കൊരു പേടിയുണ്ടാവുള്ളൂ. അത് റെഡ് ഹാൻഡഡ് ആയിട്ടുള്ള പിടിക്കാനുള്ള ക്യാമറകൾ ഉണ്ടാകണം, അവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. പിന്നെ ഒരു റോഡ് അപകടം മരണമുണ്ടായാൽ ആ ഡ്രൈവർക്കെതിരെ ഡ്രൈവറുടെ കുറ്റം കൊണ്ടാണ്, ഉദാഹരണത്തിന് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു, മദ്യപിച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ തെറ്റിപ്പോകും, അപകടം ഉണ്ടാവും, മരണം ഉണ്ടാവും എന്നൊക്കെ ഡ്രൈവർക്ക് അറിയാമല്ലോ. അപ്പൊ അത്തരക്കാർക്ക് ജാമ്യമില്ലാത്ത കേസ് എടുത്തിട്ട് IPC 304 ആയിട്ട് കേസ് സെക്ഷൻ ഇട്ടിട്ട് കേസ് ബുക്ക് ചെയ്യണം, അയാളെ റിമാൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അപകടങ്ങൾ കുത്തനെ കുറയുള്ളൂ. അതെ സർ, അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ഇത് തടയാൻ നിലവിലുള്ള സംവിധാനങ്ങൾ പര്യാപ്തമാണോ? കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടേ? അതായത് പ്രധാനമായിട്ടും ലഹരി കടത്താൻ വരെയാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ലഹരി നിയന്ത്രിക്കാനായിട്ട് മാൻ പവർ പോലീസിനും എക്സൈസിനും ഒക്കെ വളരെ കുറവാണ്. അപ്പൊ അവര് നല്ല രീതിയിൽ രാവും പകലും ഇറങ്ങി പിടിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. പോലീസിന്റെ മാൻ പവർ ഒരു 35% എങ്കിലും കൂട്ടേണ്ടതായിട്ടുണ്ട്. എക്സൈസിന്റെ അതേപോലെ തന്നെ മാൻ പവർ കുറവാണ്, വാഹനങ്ങൾ കുറവാണ്. പിന്നെ അത് ടെസ്റ്റിംഗ് ലാബ്സ് അതത് വാഹനത്തിൽ തന്നെ ഉണ്ടാകണം. ഇത് നമ്മൾ സാധനം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ദിവസങ്ങളും മാസങ്ങളും കഴിയും. ഇതെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ തന്നെ
ഈ ഹൈവേ പെട്രോൾ വാഹനത്തിൽ തന്നെ ആൽക്കോമീറ്റർ ഉണ്ട്, ഈ നർക്കോ സബ്സ്റ്റൻസിൻ്റെതായ ചെക്കിങ് നടത്താനുള്ള ടെസ്റ്റ് യൂണിറ്റ്സുകളുണ്ട്. അങ്ങനെ നാം മോഡേൺ ആകണം. ഇപ്പൊ മോഡേൺ അല്ല. കാര്യം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും. അതേപോലെ തന്നെ ജനങ്ങൾ ഇതൊരു ബിസിനസ് ആയിട്ട്, അതായത് ഈ നർക്കോട്ടിക്സ് സബ്സ്റ്റൻസ് സെയിലിനും ഇമ്പോർട്ട് ചെയ്യാനും മറ്റ് സ്റ്റേറ്റിൽ പോയി കൊണ്ടുവരുന്നതും ഒക്കെ തന്നെ യുവാക്കളിൽ ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ശക്തമായി തടയണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ സ്ട്രെങ്ത്, അതായത് ആൾബലം കൂട്ടണം. എന്റെ ഒരു റഫ് കണക്കാണ് 35% ആൾബലം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാൻ പവറും വാഹനങ്ങളും പിന്നെ അവരുടെ എക്യുപ്മെന്റ്സും ഓഫീസും ഒക്കെ തന്നെ അവർക്ക് കൂടുതൽ എന്താ പറയുന്നത് അറേഞ്ച്മെന്റ്സ്, അതായത് എക്യുപ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ട് അവരെ മോഡേൺ ആക്കാനൊരു ശ്രമം ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. സോ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളിലൊക്കെ ADS അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഇത്തരം സുരക്ഷാ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഈ ഇന്ത്യൻ റോഡുകളിൽ എത്രത്തോളം പ്രായോഗികമാണ്? അതായത് ഇപ്പൊ ഓരോ അപകടം ഉണ്ടാവുമ്പോഴാണ്, ഇപ്പൊ തന്നെ നമ്മൾ കോഴിക്കോട്ട് ഒരു ലേഡി വെന്തു മരിച്ചു. അപ്പൊ എന്റെ ഒരു ആവശ്യമാണ്, അതായത് നമ്മൾ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സ്. ഇപ്പൊ വാഹനങ്ങൾ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ ഓടിയാൽ എല്ലാ ഡോറും ലോക്ക് ആകുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഉള്ളത്. അത് പലപ്പോഴും അപകടം ഉണ്ടായാൽ വിക്ടിമിനെ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ചെയ്യേണ്ടത്, തീ പിടിക്കാനുള്ള സ്മോക്ക് വന്നാൽ തന്നെ ഉടൻ തന്നെ ഈ സ്മോക്ക് സെൻസർ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഡോറ് തനിയെ അൺലോക്ക് ആവും. ആൾക്കാർക്ക്, ഓടിക്കൂടുന്ന ജനങ്ങൾക്ക് വിക്ടിമിനെ പുറത്തെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഡിവൈസസ് വണ്ടിക്കകത്ത് പിടിപ്പിക്കാനുണ്ട്. പിന്നെ ആൽക്കോമീറ്ററിന്റെ സെൻസർ, ഇപ്പൊ ജപ്പാനിലൊക്കെ സ്റ്റിയറിംഗ് ബോക്സിന്റെ, അതായത് സ്റ്റിയറിംഗ് റിംഗിന്റെ സെന്ററിൽ എയർ ബാഗ് ഘടിപ്പിക്കുന്നിടത്തും ഡാഷ്ബോർഡിന്റെ അടുത്തും ഒരു സെൻസർ ഉണ്ട്. അത് ABS-ന്റെയും എയർ ബാഗിന്റെയാണ്. അതേപോലെ തന്നെയാണ് ആൾക്കോ, അത് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാള് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല. അത് ജപ്പാനിലൊക്കെ പരീക്ഷിച്ചപ്പോ അവിടുത്തെ മാനുഫാക്ചേഴ്സ് ഇതൊരു ഒറിജിനൽ ഫിറ്റ്മെന്റ് ആയിട്ട് വാഹനത്തിൽ പിടിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിലും നമുക്ക് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കാനായിട്ട് ഇത്തരം സെൻസേഴ്സ് ഉപകരിക്കും. കാര്യം വാഹനം സ്റ്റാർട്ടായില്ലെങ്കിൽ മറ്റൊരാള്, മദ്യപിക്കാത്ത ഒരാൾ വന്ന് സ്റ്റാർട്ടായാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യാറുണ്ട്. ശരി സർ, അതുപോലെ തന്നെ KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പുതിയ സർക്കാർ തീരുമാനമൊക്കെ കേരളത്തിൽ ആയിട്ടുണ്ട്. ജൂൺ 15 മുതൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെയും തുടങ്ങുന്നത് അന്ന് മുതലാണ്. ഈ പൊതുഗതാഗത സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ രീതിയിലാണ് ഇതൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും എല്ലാവരുടെയും ഒരു ആശങ്ക KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ്. ശരിക്കും ഈ നഷ്ടം നികത്താൻ സർക്കാരിന് സാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളില്ലേ? ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ഫൈൻ്റെ തുകയടക്കമുള്ള കാര്യങ്ങൾ അതൊന്ന് കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പൈസ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? യെസ്, അത് ഒരു വലിയ ചലഞ്ചാണ്. കാര്യം ഇന്ദിരാ ഗാന്ധിജിയുടെ പേരിലാണ്, ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിലാണ് ലേഡീസിന് പൊതുഗതാഗത സംവിധാനത്തെ KSRTC ഡിപ്പെൻഡ് ചെയ്തിട്ട് എവിടെയും പോകാം എന്നുള്ളത് അവര് ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാം, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഒരു ദിവസം ഏകദേശം 50 കോടി രൂപയുടെ ട്രാഫിക് വയലേഷൻ ആണ് കേരളത്തിൽ നടക്കുന്നത്. 50 കോടി രൂപയുടെ പെർ ഡേ. അപ്പൊ നമ്മൾ ശക്തമായിട്ട് ഈ ട്രാഫിക് ഒഫൻസസ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്ര ഫണ്ട് വരും. അതേപോലെ തന്നെയാണ് റോഡ് കയ്യേറ്റങ്ങൾ, അതൊരു വൺ ടൈം സെറ്റിൽമെന്റ് ഉള്ള നിലയിൽ പൊളിച്ച് കളയേണ്ടത് നമുക്ക് വൺ ടൈം സെറ്റിൽമെന്റിൽ പെടുത്തി ഒരു ഫൈൻ ഈടാക്കാം. അത് ഹ്യൂജ് എമൗണ്ട് വരും. ഓവർലോഡഡ് ട്രക്സ്, ടിപ്പർ ട്രക്സ് ആണ് ഞാൻ പറയുന്നത്, അതിൽ നിന്നൊക്കെ തന്നെ നല്ലൊരു പിഴത്തുക നമുക്ക് ഈടാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മളുടെ പുഴയിലെ മണൽ, അനേകം കൊല്ലങ്ങളായിട്ട് 7 കൊല്ലമായിട്ട് മണൽ കുന്നുകൂടി അടിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അടുത്ത ഈ ജൂൺ ജൂലൈ മാസത്തിലെ മഴ കഴിഞ്ഞാൽ ഡിസംബർ ജനുവരിയിലൂടെ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുക. അങ്ങനെ ഒരുപാട് നമുക്ക് സ്രോതസ്സുണ്ട്. ഈ ധനാഗമ സ്രോതസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആക്സിഡന്റ് കുറയ്ക്കാനായിട്ട് ഈ പിഴ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക, കൂടാതെ ഓവർലോഡിങ് ഒഴിവാക്കുക, പിന്നെ റോഡ് കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുകയും, അതേസമയം ചില ബിൽഡിംഗ് ഒക്കെ എനിക്കറിയാം
5 നിലയ്ക്കുള്ള ബിൽഡിംഗ് പെർമിറ്റ് എടുക്കും, പക്ഷെ അവർ പണിയുന്നത് 8 നിലയ്ക്കായിരിക്കും. അപ്പൊ 8 നിലയ്ക്കുള്ള ബിൽഡിംഗ് പണിയുമ്പോൾ കാറ് പാർക്ക് ചെയ്യുന്നത് റോഡിലായിരിക്കും. അങ്ങനെ ബിൽഡിംഗ് റൂൾസ് വയലേറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷയും ഫൈനും കടുപ്പിക്കണം. അങ്ങനെ ഒരു മാസം എത്ര ചുരുങ്ങിയതായാലും ഒരു 300 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടങ്ങൾ, അതായത് വെറ്റ് ലാൻഡ്, അതിനകത്ത് ഒരു പരിധി വരെ കുറച്ച് മത്സ്യകൃഷി ചെയ്യാനുള്ള കുളങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മറ്റത് ഫില്ല് ചെയ്യാനും അതിനൊരു നല്ല തുക ഈടാക്കി സർക്കാരിന് തരം മാറ്റൽ പ്രക്രിയക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ഫങ്ഷൻസ് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന് സഫീഷ്യന്റ് ഫണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കമ്മിറ്റ്മെന്റിന് സൊല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ KSRTCയിലെ യാത്ര ലേഡീസിന് അനിവാര്യമാണ്. അത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റും. ഫണ്ട് റേസിംഗ് ചെയ്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ KSRTC ആൾറെഡി നഷ്ടത്തിലാണല്ലോ. അപ്പൊ നമുക്ക് മറ്റു രീതിയിലേക്ക് ഒരുപാട് ഫണ്ട് സമാഹരിക്കാൻ പറ്റും. അത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വിളിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാം. റോഡ് ആക്സിഡൻസ് കുറച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് സമാഹരിക്കാൻ പറ്റും. പിഴത്തുക വർദ്ധിപ്പിക്കുകയും കളക്ട് ചെയ്യാനുള്ള മെത്തേഡ് വേണം. ഓവർലോഡ് ചെക്ക് ചെയ്യാനായിട്ട് പോർട്ടബിൾ വേ ബ്രിഡ്ജുകൾ റോഡിൽ വേണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ, വളരെ നന്ദിയുണ്ട് സാർ. ഈ ഇത്രയും സമയം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞു തന്നതിനും ആളുകളെയൊക്കെ തന്നെയും ബോധവൽക്കരിച്ചതിനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.